അപ്പൊ ഇന്ന് പതിവ് പോലെ ഒരു ഫ്രോൺസ്, ഒരു ബലേനോ, അതേപോലെ തന്നെ ഒരു സോണറ്റ് ആണുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ എന്തൊക്കെയാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അപ്പൊ ഇതില് നമുക്ക് റിയർ എ സി ആക്ടിവേഷൻ ഉണ്ട്, ഇനി ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അഴിച്ചെടുക്കണം, ആംറസ്റ്റ്, അതേപോലെ തന്നെ ഇതിന്റെ ഓയി പൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഒരു കിഡിലും സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഓയി ഫിറ്റ്മെന്റ് ആയിട്ട് വരുന്ന ഒറിജിനൽ മെഷർമെന്റിൽ വരുന്ന റെഡിമെയ്ഡ് ആയിട്ട് 2 വർഷം വാറണ്ടി ഉള്ള ഒരു സീറ്റ് കവേഴ്സ് ആണ്. പിന്നെ എയർ ബാഗിന് യാതൊരു ഇഷ്യൂ വരില്ല. എങ്ങനെയാണോ കമ്പനി സീറ്റിൽ എയർ ബാഗ് വർക്ക് ചെയ്യണത് അതേപോലുള്ള രീതിയിൽ തന്നെ നമുക്ക് സീറ്റ് കവേഴ്സ് ചെയ്ത് വെച്ചിട്ട് എയർ ബാഗിന് വേറെ പ്രശ്നമൊന്നും വരില്ല. അതാണ് ഈ ഒരു കമ്പനി നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ചൂടെടുക്കാത്ത മെറ്റീരിയലാണ്, പീലിംഗ് വരില്ല, ഓട്ടോമോട്ടീവ് ഗ്രേഡിൽ വരുന്ന ഈ ഒരു കമ്പനിയുടെ മെറ്റീരിയലാണ് വരുന്നത്. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് കവേഴ്സ് ആണ് കേട്ടോ. നമ്മൾ സാധാ അടിക്കുന്ന പോലെ ഒരുപാട് ഡിസൈൻ ഒന്നുമില്ല, ഇതിന് ഇത്തിരി സെലക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ മാത്രമേ ഉള്ളത് കേട്ടോ. പിന്നെ റെഡും ബ്ലൂവും ഫുൾ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി ആവശ്യം മെസ്സേജ് അയക്കുക, അപ്പോൾ അതിനുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ നമുക്ക് കമ്പനി സ്റ്റീരിയോയിൽ ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണത് ഈ ഒരു സീറ്റ് കറക്റ്റ് നമ്മുടെ എന്താ പറയുക ഫ്രോൺസിൻ്റെതായിട്ടുള്ള മെഷർമെൻറ്റിൽ വന്നുകൊണ്ടാണ്, കണ്ടില്ല. അല്ലെങ്കിൽ ഇത് സീറ്റ് ചെറുതായിട്ട് നമുക്കിങ്ങനെ ഒരേലും കാര്യങ്ങളൊക്കെ വരും. ഇത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീറ്റ് ഹൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുഴിയിൽ ഇരിക്കേണ്ട ഫീൽ ഉണ്ടാവില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ അതാത് കംഫർട്ട് ലെവലിൽ ഇരുന്നിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിക്കിയുടെ ആ ഒരു പേഡ് കാര്യങ്ങളൊക്കെ അയച്ചു, നമുക്ക് വയറിങ് കാര്യങ്ങളൊക്കെ ഡിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള എന്ന് വെച്ചാൽ ഫ്രോൺസിൻ്റെതായിട്ടുള്ള ഒരു കപ്ലറിലാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് നമുക്ക് വയറൊന്നും കട്ട് ചെയ്യണം, ഒരു വർക്കിന് നമുക്ക് വയറൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കിയ സോണറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് പാലക്കാട് നിന്ന് വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇത് ഈ വണ്ടിക്ക് നമുക്ക് എക്സ്ട്രാ ഒരു ഫോഗ് ലാമ്പ് ചെയ്യാനുണ്ട്, അതിന് വേണ്ടി ബമ്പർ കാര്യങ്ങളൊക്കെ അയച്ചു, സ്വിച്ച് വെക്കാനുള്ള പരിപാടിയാണ്. വയറിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, കണ്ടില്ലേ. വെട്ടം ഇത്തിരി കുറവുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമ്മളൊരു കിഡിലെ ഫോഗ് ലാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 റിലേ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ വലിച്ചിട്ടുള്ള വയറിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ, വണ്ടി വർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ ബലേനോ ആണ് ഫുൾ വർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൽ ഇപ്പോൾ റിയർ എ സി ആക്ടിവേഷൻ കഴിഞ്ഞു. ആ ഒരു വണ്ടിയിൽ ഞാൻ പറഞ്ഞായിരുന്നു അഴിക്കാൻ പോകണുള്ളൂ, ഇതിൽ അഴിച്ചിട്ട് തിരിച്ച് കയറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് മൊറേലിൻ്റെ കോമ്പണൻറ്റ് കോയക്സിലുണ്ട്, നമ്മൾ അടിപൊളിയായിട്ട് ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേക ഒരു ക്ലാരിറ്റിയാണ് നമ്മളെ മൊറേലിൻ്റെ സ്പീക്കേഴ്സിന് വരുന്നത് കേട്ടോ. പിന്നെ എ സിയുടെ റിയർ എ സിയുടെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടു, നമ്മളിത് ആംറസ്റ്റ് ഫിറ്റ്മെൻറ്റ് ചെയ്ത് ഒറിജിനലായിട്ട് വരുന്ന പൈപ്പാണ്. നമുക്ക് വേറെ ഒരു തരത്തിൽ ഓൾട്ടറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡാഷ്ബോർഡ് അയക്കുക, കയറ്റിരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഓയി ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബേസ് മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് മിറർ ഫോൾഡിങ് ആഡ് ചെയ്യണം. ഇതിൻ്റെ വയറിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യണ ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടോട്ടോ, കമ്പനി വയറിങ് പോലെ തന്നെ ചെയ്യണം. ഞാൻ വെറുതെ വീഡിയോയിൽ പറയുന്നതല്ല, അത് നിങ്ങൾ നോക്കിക്കോ, കണ്ടില്ലേ. എക്സ്ട്രാ വലിച്ച് ഇതേപോലെയൊക്കെ നമ്മൾ ഇത്രയും ക്വാളിറ്റിയോട് കൂടിയാണ് ടൈം എടുത്ത് ചെയ്യണത്, കണ്ടില്ലേ. പക്കയായിട്ടാണ് ചെയ്യണത്, വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിറർ ഫോൾഡിങ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മിറർ കേട്ടോ, ഇത് സീറ്റയിലൊക്കെ വരുന്ന മിററാണ് കേട്ടോ. ഫോൾഡിങ്ങും ഉണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഇൻഡിക്കേറ്റർ എടുത്ത് മാറ്റിയിട്ട് ഒരു ഗാർണിഷ് കാര്യങ്ങളൊക്കെ നമുക്കിനി ഒട്ടിക്കണം. പിന്നെ ഇതിൻ്റെ കമ്പനി വയറിങ്ങിലേക്ക് നമ്മൾ ടച്ച് വരുത്തുന്നില്ല, ഡയറക്റ്റ് എടുക്കണം. അതുകൊണ്ട് തന്നെ യാതൊരു കംപ്ലയിൻസും നമുക്ക് എറർ കാര്യങ്ങളൊക്കെ BCM ആയാലും ECM ആയാലും അതിൻ്റെ ആ ഒരു രീതിയിലൊന്നും വരില്ല കേട്ടോ. ബലേനോ ബേസ് മോഡലിൽ ഈ ഒരു ഡിക്കി ക്രോം ഉണ്ടാവില്ല. ഇതിലെന്തായിട്ടും ക്യാമറ നിങ്ങൾ ഒരിക്കലും വെക്കരുത് കേട്ടോ, ഇതിൽ ഹോളൊക്കെ അടിച്ചിട്ട് വേണം വെക്കാൻ. കാരണം വെച്ചാൽ ഇതിൽ ഡിക്കി ക്രോം വരുന്ന വണ്ടിയിൽ ഇവിടെ ഒരു ചെറിയ ബൂട്ട് വരുന്നുണ്ട് കമ്പനി ക്യാമറയ്ക്കായിട്ട്. ചിലവരത് ഹോളൊക്കെ അടിച്ചിട്ട് ഡിക്കിയിലൊക്കെ വെള്ളം കയറി ഒരുപാട് സീൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോളടിച്ച് പരമാവധി ചെയ്യാണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഒരു കംപ്ലൈൻറ്റ് വർക്കുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. ഡിക്കി ക്രോമിൽ ഹോളടിച്ച് ക്യാമറ ഫിറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കുക. ക്യാമറ എപ്പോഴും ഇതേപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്യുക കേട്ടോ, ബമ്പറിൻ്റെ മുകളിലായിട്ട്. ഇതിൽ ഓൾറെഡി ബൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബൂട്ട് തള്ളി വെച്ചിട്ട് വയർ വലിക്കുമ്പോൾ വെച്ചാൽ എലി കയറിയിട്ട് നമ്മളെ വയറിങ്ങും റെക്സിനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും, ഭയങ്കര പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം വയറിങ് വലിക്കുക. നമ്മൾ എക്സ്ട്രാ കിയ സോണറ്റിന് വയറിങ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2 റിലേ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ചോ, കണ്ടില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം അത് ഈട് നിന്നോളും. ഇങ്ങനെ വയറിങ് ചെയ്യുകൊണ്ട് വേറെ കുഴപ്പമുണ്ടാവില്ല, വയർ ഒരിഞ്ഞ് പൊട്ടലോ ഷോർട്ട് സർക്യൂട്ടോ കാര്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത്ര ടൈം എടുത്ത് നമ്മൾ ഫസ്റ്റ് വട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും എന്ന് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ, കണ്ടില്ലേ. ഫസ്റ്റ് നമ്മൾ ഇത്തിരി എന്താ പറയുക പൈസ മുടക്കി ടൈം എടുത്ത് വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയല്ലേ അത് അതേപോലെ കിടന്നോളും. കീ ഓൺ ചെയ്ത ശേഷം സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് കത്തുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഫ്യൂസ് കണക്ടർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഇഗ്നീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ, കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കാര്യങ്ങൾ. 2-3 വണ്ടി വരാനുണ്ട്. അപ്പോൾ ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്ക് എടുക്കാറുള്ളൂ.
അപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള വർക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വന്ന് ചേരുന്ന വർക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക് നമുക്ക് ചെയ്ത് തീർക്കേണ്ട, ഇന്ന് ചെയ്ത് തീർക്കേണ്ട വർക്ക് മാത്രമാണ് നമ്മൾ ഓരോ ദിവസം എടുക്കാറുള്ളൂ. അപ്പോൾ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് മാത്രം നമ്മുടെ ഷോപ്പിലേക്ക് വരിക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. ജസ്റ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു വർക്കായിട്ട് കൂട്ടിയാൽ മതി. ഇതിൻ്റെ റിസൾട്ടിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വ്ളോഗും റീൽസായിട്ട് നമ്മൾ എന്തായിട്ടും ഇട്ട് നിങ്ങളെ കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ആർക്കെങ്കിലും ഇതേപോലെ വർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആണ് കേട്ടോ.